ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കുടുംബ കേന്ദ്രീകൃത വിശ്വാസ പരിശീലനം എന്നുള്ളതാണ്. സഭയിൽ കുടുംബത്തിനും വിശ്വാസ പരിശീലനത്തിനുമുള്ള സ്ഥാനം എന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. കുടുംബം ഒരുപാട് വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ, ഉദാഹരണത്തിന് മതാന്തര വിവാഹങ്ങൾ, മദ്യപാനം, മയക്കുമരം തുടങ്ങിയ ദുശ്ശീലങ്ങൾ, യുവജനങ്ങളുടെ കുടിയേറ്റം, ഒപ്പം തന്നെ വിശ്വാസത്തിൻ്റെ തളർച്ച, ഇങ്ങനെ ഒരുപാട് വെല്ലുവിളികളുള്ള സമയത്ത് എപ്രകാരമാണ് കുടുംബം ഒരു വിശ്വാസ പരിശീലന കളരിയായി മാറുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ, പഴയ നിയമത്തിൽ, നിയമാവർത്തന പുസ്തകത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച് മക്കളെ പഠിപ്പിക്കണമെന്ന് മോശ പറയുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിലും സങ്കീർത്തന പുസ്തകം 78-ാമത്തെ അധ്യായത്തിലും മക്കളെ വിശ്വാസ പരിശീലനം നടത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോയുടെ വിശ്വാസ പരിശീലനത്തിൽ തിരുക്കുടുംബം എടുത്ത പ്രാധാന്യം എന്തുമാത്രമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വരുന്നത്, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുന്നത് കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ കുട്ടികളെ കർത്താവിൻ്റെ ശിക്ഷണത്തിൽ വളർത്തേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് എഫേസോസ്കാർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിമോത്തിയോസിൻ്റെ വിശ്വാസ പരിശീലനത്തിൽ അമ്മാമ്മയ്ക്കും അമ്മയ്ക്കുമുള്ള പ്രാധാന്യം എന്തുമാത്രമുണ്ടെന്നും പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധന രേഖകളിലേക്ക് വരുമ്പോൾ കുടുംബത്തെ ഗാർഹിക സഭയെന്നാണ് വിളിക്കുന്നത്. കുടുംബത്തിൻ്റെ പ്രാധാന്യം ഇത് എടുത്തു കാണിക്കുന്നുണ്ടല്ലോ. പിന്നീട് വരുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും തങ്ങളുടെ ഫെമിലിയാരിസ് കോൺസോർസിയോ, അമോറിസ് ലിത്തീസിയ എന്നീ പ്രബോധന രേഖകളിലൂടെ കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഈ കുടുംബ കേന്ദ്രീകൃത വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. കുടുംബത്തിലാണ് വിശ്വാസത്തിൻ്റെ വിത്ത് വിതയ്ക്കപ്പെടുന്നത്. അവിടെയാണ് ആ വിശ്വാസ വിത്ത് വളർന്ന് ചെടിയായി പരിപോഷിപ്പിക്കപ്പെടുന്നതും പിന്നീട് കാലത്തിൻ്റെ പൂർണ്ണതയിൽ അത് വളർച്ച പ്രാപിച്ച് ഫലം പുറപ്പെടുവിക്കുന്നതും. കുടുംബത്തിൽ വിശ്വാസം എന്നത് വെറും ഒരു അറിവ് മാത്രമല്ല, അവിടെ അത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടെ കുറെ കൂടെ ഫലപൂർണമായ ഒരു കാര്യമായി വിശ്വാസവും വിശ്വാസ പരിശീലനവും മാറുന്നുണ്ട്. ഇവിടെ നമ്മൾ തിരുത്തേണ്ട ഒരു കാര്യം, സാധാരണയായി 12-15 വർഷത്തേക്ക് നീളുന്ന ഒരു കാര്യമായി വിശ്വാസ പരിശീലനത്തെ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. പക്ഷേ വിശ്വാസ പരിശീലനം എന്നത് ഈ 12-15 വർഷങ്ങളിൽ മാത്രമല്ല, ഒരു അമ്മയുടെ ഉദരത്തിൽ ശിശു ഉരുവാകുന്ന നിമിഷം മുതൽ മരണത്തിന് ഒരുങ്ങുന്ന അവസാന നിമിഷം വരെയും നീണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് വിശ്വാസ പരിശീലനം. നമ്മുടെ നാട്ടിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ഗർഭിണിയായ അമ്മയുടെ ഉദരത്തിൽ കുരിശു വരയ്ക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. അത് ആദ്യത്തെ വിശ്വാസ പരിശീലനമാണ്. പിന്നീട് മരിക്കാൻ പോകുന്ന രോഗിയുടെ ചെവിയിൽ ചെവിട്ടോർമ്മ ചൊല്ലിക്കൊടുക്കുന്ന ഈശോ മറിയം ഔസേപ്പെ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന് പറയുന്ന സുഹൃത ജപം ചൊല്ലിക്കൊടുക്കുന്ന പാരമ്പര്യവുമുണ്ട്. ഇതെല്ലാം വിശ്വാസ ജീവിതത്തിൻ്റെയും വിശ്വാസ പരിശീലനത്തിൻ്റെയും ഭാഗങ്ങളാണ്. ജനനം മുതൽ മരണത്തിനൊരുങ്ങുന്ന അവസാന നിമിഷം വരെയും നീണ്ടുപോകുന്ന ഒരു പ്രക്രിയയായി വിശ്വാസ പരിശീലനത്തെ എടുക്കേണ്ടതാണ്. രണ്ടാമത് നമ്മൾ തിരുത്തേണ്ട ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, കുടുംബം വിശ്വാസത്തിൻ്റെ ഒരു പരിശീലന വേദിയാണെന്നുള്ളതാണ്. സാധാരണയായി വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇടവകയോട് ബന്ധപ്പെട്ടുള്ള പരിശീലന ക്ലാസ്സുകളുമൊക്കെയാണ് നമ്മുടെ ഓർമ്മയിൽ വരിക. പക്ഷേ അത് മാത്രമല്ല, കുടുംബവും വിശ്വാസ പരിശീലനത്തിൻ്റെ കളരിയാണ്. മൂന്നാമത് നമ്മൾ തിരുത്തേണ്ട ഒരു തെറ്റിദ്ധാരണ, വിശ്വാസം എന്നത് ഏതാനും അറിവുകൾ മാത്രമല്ല എന്നുള്ളതാണ്. 3 കാര്യങ്ങൾ ഇതിൽ ഒരുമിച്ച് ചേരേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ ഹെഡ്, തല, നമ്മുടെ ഹൃദയം. മൂന്നാമത്തേത് നമ്മുടെ ഹാൻഡ്, കൈകൾ. അറിവും അനുഭവവും നമ്മുടെ പ്രവൃത്തികളും ഒന്നു ചേരുന്നിടത്താണ് യഥാർത്ഥമായ വിശ്വാസവും യഥാർത്ഥമായ വിശ്വാസ പരിശീലനവും ഉണ്ടാവുക. ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ഒരുപാട് പാരമ്പര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുണ്ട്. ജനനത്തോടനുബന്ധിച്ച്, ജീവിതത്തിന് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ, മരണത്തോടനുബന്ധിച്ച്, തിരുനാളുകൾ, ഒപ്പം തന്നെ നോമ്പ്, ഉപവാസം തുടങ്ങിയ കാര്യങ്ങൾ. ഈ കാര്യങ്ങളിലുമൊക്കെ മുതിർന്നവർ അവരുടെ ജീവിതത്തിലൂടെ ഒരു മാതൃക നൽകുകയും മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും അത് ചെയ്യണമെന്ന് പറയുക മാത്രമല്ല, അതെന്തുകൊണ്ട് ചെയ്യണം, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വിശ്വാസ പരിശീലനത്തിന് തീർച്ചയായും സഹായകമാണ്. വിശ്വാസ പരിശീലനത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ മക്കളുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ മുൻപിൽ നമ്മൾ പറയുക എന്നുള്ളത്. ചില വിമർശനങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. വൈദികരെക്കുറിച്ച്, സമർപ്പിതരെക്കുറിച്ച്, സഭയെക്കുറിച്ചൊക്കെയുള്ള വിമർശനങ്ങൾ പൊതുവായി കുടുംബങ്ങളിൽ പറയുന്നത് വിശ്വാസ ജീവിതത്തെയും വിശ്വാസ പരിശീലനത്തെയും തളർത്തുകയുള്ളൂ. കുടുംബങ്ങളിൽ മാമോദീസ, വിശുദ്ധ കുർബാന സ്വീകരണം തുടങ്ങിയ അവസരങ്ങൾ ആഘോഷത്തിൻ്റെ അവസരങ്ങളാണ്. തീർച്ചയായും ആ അവസരങ്ങളെ വിശ്വാസ പരിശീലനത്തിൻ്റെ വേദികളായി മാറ്റാവുന്നതാണ്. അനാവശ്യമായ ആഡംബരങ്ങളും മദ്യപാനം തുടങ്ങിയ ദുശ്ശീലങ്ങളും ഒഴിവാക്കിക്കൊണ്ട് മക്കൾക്ക് നല്ല മാതൃക നൽകേണ്ടതാണ്.
TV, കമ്പ്യൂട്ടർ, ഫോൺ തുടങ്ങിയ മാധ്യമങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കുകയില്ല. അത് കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യവുമാണ്. പക്ഷേ അവ എപ്രകാരം ഉപയോഗിക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസപരമായ കാര്യങ്ങൾ കാണാനും കേൾക്കാനും അത് കണ്ട് മനസ്സിലാക്കാനും പഠിക്കാനുമൊക്കെയുള്ള അവസരങ്ങളായി ഈ കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് തുടങ്ങിയ മൊബൈൽ ഫോൺ തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അത്യാവശ്യമാണ്. ബൈബിളിലെയും വിശുദ്ധരുടെ ജീവിതത്തിലെയും ഒക്കെ വിവിധങ്ങളായ കാര്യങ്ങൾ കലാരൂപങ്ങളിൽ കുട്ടികളെ കൊണ്ട് അവതരിപ്പിക്കുകയും അതിന് ആവശ്യമായ പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നതും വിശ്വാസ പരിശീലനത്തിന് സഹായകമാണ്. ഒപ്പം തന്നെ കുടുംബം ഒരുമിച്ച് ഈ വിശുദ്ധരുടെ തീർത്ഥസ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ക്രൈസ്തവമായ സ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്ര പോകുന്നതും വിശ്വാസ പരിശീലനത്തിന് സഹായകമായ കാര്യമാണ്. ഒരു സമൂഹത്തിൽ എപ്രകാരം ഇടപെടണമെന്ന്, മറ്റുള്ളവരോട് എപ്രകാരമാണ് പെരുമാറേണ്ടതെന്ന്, നല്ല രീതിയിൽ വസ്ത്രധാരണം നടത്തേണ്ടത് എങ്ങനെയെന്ന് തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾ പരിശീലിപ്പിക്കുന്നതും ക്രൈസ്തവ വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗം തന്നെയാണ്. കുടുംബ കേന്ദ്രീകൃത വിശ്വാസ പരിശീലനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇടവകയിൽ നടക്കുന്ന വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലേക്ക് മക്കളെ കൃത്യമായിട്ട് അയക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു നമുക്ക് നൽകിയ സഭയുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിനോടും സഭയോടും ചേർന്ന് നിൽക്കുന്ന, ക്രിസ്തു നമ്മെ പഠിപ്പിച്ച ആ നല്ല സുവിശേഷത്തിൻ്റെ മാതൃക പിൻചൊല്ലുന്ന നല്ല മക്കളായി വളരുവാൻ നമ്മുടെ കുടുംബങ്ങളിലെ ഓരോരുത്തരെയും, അത് മുതിർന്നവരെയും കുട്ടികളെയും സഹായിക്കുന്ന ഇടങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ, ക്രൈസ്തവ കുടുംബങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.